ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതെൻ്റെ ഹാക്കിംഗ് ട്യൂട്ടോറിയൽ ഫ്രം ബിഗിനർ ടു പ്രോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ 8ാമത്തെ വീഡിയോയാണ്. ഇതിനു മുമ്പായി നമ്മൾ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എങ്ങനെ ഒരു അഡ്വാൻസ് ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷേ ഡൊമൈൻ, സബ് ഡൊമൈൻ എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഇല്ലെങ്കിൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് നേരെ പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. എല്ലാ വെബ്സൈറ്റുകൾക്കും ഒരു ഡൊമൈൻ ഉണ്ട്, അതായത് ഡൊമൈൻ നെയിംസ് ഉണ്ട്. അതായത് facebook.com, amazon.com, youtube.com തുടങ്ങിയ വെബ്സൈറ്റുകളുടെ എല്ലാം പേര്, അതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ വെബ്സൈറ്റുകൾക്കും മെയിൻ ഡൊമൈൻ അല്ലാതെ സബ് ഡൊമൈനുകളുണ്ട്. ഒരു പക്ഷേ അവരുടെ മെയിൻ ഡൊമൈൻ സെക്യൂർ ആയിരിക്കാം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ സബ് ഡൊമൈൻസും അതേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അറ്റാക്കേഴ്സ് എന്താണ് ചെയ്യുക? അവർ പല വെബ്സൈറ്റിൻ്റെയും സബ് ഡൊമൈനുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യും. ഇങ്ങനെയാണ് പല അറ്റാക്കുകളും ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ബഗ് ബൗണ്ടി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ, അപ്പോഴും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പക്ഷേ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ മെയിൻ ഡൊമൈൻ അവർ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് സബ് ഡൊമൈനുകളുടെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്ത് അതിലൂടെയും റിവാർഡ് എയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബൗണ്ടി എയിം ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സബ് ഡൊമൈനുകൾ ഫൈൻഡ് ചെയ്യുക സാധാരണഗതിയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ചില അഡ്വാൻസ് ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി തന്നെ എല്ലാ സബ് ഡൊമൈനുകളും ഫൈൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മളെ സബ് ഡൊമൈൻസ് ഫൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അഡ്വാൻസ് ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ടൂളിൻ്റെ പേരാണ് സബ് ലിസ്റ്റർ. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സബ് ലിസ്റ്റർ എന്ന് പറയുന്ന ടൂൾ. ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കാലി ലിനക്സ് മെഷീനിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന സബ് ലിസ്റ്റർ എന്ന കമാൻഡ് അല്ലെങ്കിൽ ടൂളിൻ്റെ പേര് അതുപോലെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് apt ഇൻസ്റ്റാൾ സബ് ലിസ്റ്റർ എന്ന ടെക്സ്റ്റ് അതേപോലെ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇതേ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലി മെഷീനിലോട്ട് ഈ ഒരു ടൂള് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് കാലി ലിനക്സിൻ്റെ ഒരു ഫീച്ചറാണ്. ഇതാ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു കമാൻഡ് ലൈൻ ടൂളാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഗ്രാഫിക്കലി ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ടെർമിനൽ, ഈ ബ്ലാക്ക് വിൻഡോ ആണ് ടെർമിനൽ. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ കമാൻഡ്സ് കൊടുത്ത് ഈ ഒരു ടൂളിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. എന്നാൽ ഈ ടൂൾ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. എന്നാൽ നമ്മുടെ റിസൾട്ട് വളരെയേറെ അഡ്വാൻസ്ഡുമാണ്. നിങ്ങൾ കാലി ലിനക്സിൽ ഏത് ടൂൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സിൻടാക്സ് അറിയണമെന്നില്ല. അതിനുവേണ്ടിയുള്ളൊരു ഷോർട്ട് കട്ടാണ് -h അല്ലെങ്കിൽ -h. ഇവിടെ ഏത് ടൂളിൻ്റെ കൂടെ നമ്മൾ -h കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹെൽപ്പ് വിൻഡോ അവിടെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ സിൻടാക്സ് കൃത്യമായി തന്നെ കാണിച്ചു തരും. ഇവിടെ നോക്കൂ, സബ് ലിസ്റ്ററിൻ്റെ കൃത്യമായ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് -d എന്ന് വെച്ചാൽ ഡൊമൈൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡൊമൈൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു ടാർഗറ്റ് വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ സബ് ലിസ്റ്റർ -d ദെൻ ആ വെബ്സൈറ്റിൻ്റെ പേര്. ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് അതേപോലെ പോർട്ട് ഇതൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഇതിനു വേണ്ടിയുള്ള ടൂളും ഇതല്ല. നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള വേറെ ചില ടൂൾസ് അവിടെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വെർബ്രോസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് റിയൽ ടൈമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കും. അതായത് ഓരോ തവണ ഫൈൻഡ് ചെയ്യുമ്പോഴും അത് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ -o കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ -o കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഫയലിലേക്ക് സേവ് ചെയ്യാനും പറ്റും. ഇതാണ് ഈ പറയുന്ന സിൻടാക്സ്. നമുക്കിത് വളരെ കോംപ്ലക്സിറ്റി ഒന്നും ഉള്ളതല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിൻടാക്സ് ആണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സബ് ലിസ്റ്റർ -d, അതായത് ഡൊമൈൻ എന്നുള്ളതിൻ്റെ -d കൊടുത്തു. ഇനി ഒരു ഡൊമൈൻ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് youtube.com എന്ന ഡൊമൈനാണ്. ഇനി നമുക്ക് റിസൾട്ട് റിയൽ ടൈമിൽ കാണുവാനായിട്ട് -b കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഡൊമൈൻ ഫൈൻഡ് ചെയ്യുമ്പോഴും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. -o കൊടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുത്ത്
.txt ഫയൽ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് അവിടെ സേവ് ആവുകയും ചെയ്യും. ജസ്റ്റ് പ്രസ് എൻ്റർ. ഇപ്പോൾ നമുക്ക് കാണാം യൂട്യൂബിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പല സബ് ഡൊമൈൻ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ പല വെബ്സൈറ്റുകൾക്കും സബ് ഡൊമൈൻ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ബാങ്കിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് സൈറ്റിനാണെങ്കിലും എല്ലായിടത്തും സബ് ഡൊമൈനുകളുണ്ട്. അറ്റാക്കേഴ്സിന് ഇതുപോലെയുള്ള സബ് ഡൊമൈൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെയേറെ യൂസ്ഫുൾ ആണ്. ഇവിടെ ഞാൻ ഇതേ സിൻടാക്സും ചെറിയ മാറ്റം വരുത്തി ആമസോണിൻ്റെ ഡൊമൈനെ കുറിച്ചും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആമസോണിൻ്റെ സബ് ഡൊമൈൻസ് ആണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഡൊമൈനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. തൗസൻഡ്സ് ഓഫ് സബ് ഡൊമൈൻസ് ആണ് ആമസോണിനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ടൂളാണ്. അതായത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം പല പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ് ഈ ഒരു പറയുന്ന ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ടൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ് ലിസ്റ്റർ ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.